എല്ലാ വർഷവും കഴിഞ്ഞ കുറേ നാളുകളായി 4 വർഷക്കാലമായി മാംഗോ ഫെസ്റ്റ് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പ്രദർശനത്തോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിപണനവും അതുപോലെ പഠനങ്ങളും കൃഷിയെക്കുറിച്ചുള്ള വിപുലമായ പഠനങ്ങളുമൊക്കെ ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അത്രയും താല്പര്യത്തോടുകൂടി ഈ കൃഷിയെ കാണുവാനും ഈ മാംഗോ തോട്ടം ഉൾപ്പെടെ സ്വന്തമായി തന്നെ അതൊക്കെ പാകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുത്ത് കൂടുതൽ ഉൽപ്പാദനം നടത്തുവാനും ഒക്കെ ബ്ലസ്സിക്ക് കഴിയുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ മനുഷ്യന് ഒരു കർഷകരുണ്ട്, അല്ലെങ്കിൽ ഒരു കർഷക സ്ത്രീയുണ്ട്. എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിന് ഭാഗ്യം സിദ്ധിക്കുന്ന കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ദൈവം ഇങ്ങനെ സെലക്ട് ചെയ്യും അവരുടെ മനസ്സ് നോക്കിയിട്ട്, നിനക്ക് കൃഷി ചെയ്യാൻ പറ്റും, അതിനുള്ള ആത്മധൈര്യവും സംവിധാനവും ഞാൻ ഒരുക്കും എന്ന് പറയുന്നത് പോലെ ബ്ലെസ്സിയുടെ തോട്ടം പോയി കാണാം. ആ ഫാം സ്റ്റോറി എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല മികച്ച മാതൃകയാണ്. സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം കർഷക തിലകമായി അംഗീകരിച്ചത് ഏറ്റവും ആപ്റ്റായ ആളെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. എല്ലാവരും വന്ന് കാണണം, നല്ല രസം. ഇതൊക്കെ വെറൈറ്റി ഉള്ള മാങ്ങകൾ അറിയാം. സൂപ്പർ മാങ്ങ. ഇത്രയും വെറൈറ്റി മാങ്ങ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഫ്രൂട്ട്സ് കാണുന്നുണ്ട്, അതിൻ്റെ തൈകളൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല മാമ്പഴപ്പായസമായിരുന്നു, എല്ലാം സൂപ്പറായി. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും കഴിയുന്ന അത്രയും പേര് ഈ ഫെസ്റ്റിലേക്ക് വരിക അല്ലേ, പങ്കെടുക്കുക അല്ലേ.